പ്രമുഖ നർത്തകിയും അഭിനേത്രിയുമായ കലാമണ്ഡലം സത്യഭാമ വീണ്ടും വിവാദത്തിൽ. നടി സ്നേഹ ശ്രീകുമാറിനെതിരെ വ്യക്തിപരമായ അധിക്ഷേപവും ശരീരത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും നടത്തി സത്യഭാമ രംഗത്തെത്തി. RLV രാമകൃഷ്ണനെതിരായ സത്യഭാമയുടെ വിവാദ പരാമർശങ്ങളിൽ സ്നേഹ ശ്രീകുമാർ പ്രതികരിച്ചതിന് പിന്നാലെയാണ് പുതിയ സംഭവ വികാസങ്ങൾ. നല്ല കുടുംബത്തിൽ നല്ലൊരു പിതാവിനുണ്ടായ ഒരാളും എന്നെ മോശം പറയില്ല. ഓവർ സ്മാർട്ട് കളിക്കുമ്പോൾ ആളും തരവും നോക്കി കളിക്കണം. എന്നെ പറഞ്ഞതിനുള്ള മറുപടി മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ എന്നാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെ സത്യഭാമ സ്നേഹയെ ലക്ഷ്യമിട്ട് പറഞ്ഞത്. നേരത്തെ RLV രാമകൃഷ്ണനെതിരെ സത്യഭാമ നടത്തിയ പരാമർശങ്ങളെ സ്നേഹ ശ്രീകുമാർ വിമർശിക്കുകയും രാമകൃഷ്ണന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. സത്യഭാമയുടെ മുൻ പരാമർശങ്ങളെ ശക്തമായി അപലപിച്ച സ്നേഹ ശ്രീകുമാർ സത്യഭാമയുടെ അടുത്തു പഠിച്ച വിദ്യാർത്ഥികൾ എത്രത്തോളം മാനസിക പീഡനം സഹിച്ചിരിക്കാമെന്ന് വീഡിയോയിൽ ചോദിച്ചിരുന്നു. രാമകൃഷ്ണനെതിരെ സംസാരിച്ചത് വൈറലാകാൻ വേണ്ടിയായിരുന്നുവെന്നും സംസ്കാരമില്ലാത്ത സ്ത്രീക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സാധിക്കൂ എന്നും സ്നേഹ ആരോപിക്കുകയും ചെയ്തു. സത്യഭാമ സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനമാണെന്നും അവരുടെ പേര് പറയാൻ പോലും തനിക്ക് ഇഷ്ടമില്ലെന്നും സ്നേഹ കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഇതിനെതിരെയാണ് സത്യഭാമ രംഗത്തെത്തിയത്. സത്യഭാമയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: കലാമണ്ഡലത്തിൽ ഓട്ടം തുള്ളൽ പഠിച്ച ഒരുത്തിയുണ്ട്. അവൾ ഓട്ടം തുള്ളലാണോ പഠിച്ചത് എന്ന് പോലും എനിക്കറിയില്ല. ഒരു ടെലിവിഷൻ പരിപാടിയിൽ അഭിനയിക്കുന്ന സ്ത്രീയാണ്. വീർത്ത കവിളും ആകപ്പാടെ ഉരുണ്ടിരിക്കുന്ന ഒരുത്തി. ഇവൾ വന്നിട്ട് എന്നെ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഈ സ്ത്രീ മറ്റേയാളുടെ കൂടെ വന്ന് നൃത്തം കളിക്കുമോ എന്ന്. എന്റെ എതിർകക്ഷിയായ ആളുടെ കൂടെ എന്താടി എനിക്ക് കളിക്കാൻ പറ്റാത്തത്? ഞാൻ സ്ത്രീ അല്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിനക്ക് ഡാൻസ് ഇന്റർവ്യൂവിന് ചെന്നിട്ട് കിട്ടാഞ്ഞിട്ടല്ലേ നീ ഓട്ടം തുള്ളൽ എടുത്തത്? നീ എന്നിട്ടിപ്പോ ഓട്ടം തുള്ളലാണോ തുള്ളുന്നത്? ആദ്യം നീ പഠിച്ച തൊഴിൽ നീ ചെയ്യുന്നുണ്ടോ? അത് ആദ്യം നീ ചെയ്യ്. എന്നിട്ട് നീ എൻ്റെ അടുത്തേക്ക് വാ. നീ ജനിക്കുന്നതിന് മുമ്പ് ചായം തേച്ച് ഫീൽഡിൽ ഇറങ്ങിയതാണ് ഞാൻ. നീ ഒന്ന് കളിച്ചു കാണിക്ക്. കഞ്ഞി കുടിച്ച് ജീവിക്കാൻ വേണ്ടിയല്ലേ അഭിനയിക്കാൻ പോയത്? നീ വലിയ ആർട്ടിസ്റ്റ് ആണെന്നാണോ വിചാരം? അന്തസ്സായിട്ടാണ് ഞാൻ കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയത്. നിന്റെ നാട്ടിൽ ഒരു പരിപാടിക്ക് എന്നെ വിളിക്ക്, ഞാൻ വന്നു കളിക്കാം. എന്നെ വിമർശിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിനക്ക് കിട്ടി. നിന്റെ ഭർത്താവ് പീഡനക്കേസിൽ പ്രതിയായി. ശരിയാണോ? അതൊക്കെ നീ മറന്നോ? ഞങ്ങൾ അതൊക്കെ മറക്കുമെന്ന് നീ വിചാരിച്ചു. അതിനാണ് ദൈവം എന്ന ശക്തിയുള്ളത്. സ്വകാര്യ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു സത്യഭാമ RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ചത്. ശരീരത്തിന് നിറവും സൗന്ദര്യവും ഉള്ളവർ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നായിരുന്നു സത്യഭാമയുടെ പരാമർശം. രാമകൃഷ്ണൻ കാക്ക പോലെ കറുത്തവനാണെന്നും സുന്ദരികളായ സ്ത്രീകൾ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നാണ് സത്യഭാമ പറഞ്ഞത്. വിവാദ പരാമർശത്തിൽ സത്യഭാമയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരുന്നു.